മൂന്നച്ഛന്മാരുടെ കുർബാന. ആദ്യം വന്നത് കൊച്ചച്ഛൻ, പിന്നെ വന്നത് വല്യച്ഛൻ, ലാസ്റ്റ് വന്നത് ഏതച്ഛൻ? എവിടേക്കാ? പിച്ചക്കാരുടെ വേഷത്തിൽ കോളനിയിൽ കള്ളന്മാരുടെ ശല്യം വളരെ കൂടുതലാ സാറേ. ജന്മം കൊണ്ട് ഞങ്ങൾ പിച്ചക്കാരനാണെങ്കിലും ക്യാരക്ടറിൽ ഞങ്ങൾ ഡീസന്റാ. അത് ഈ കോളനിക്കാർക്ക് മൊത്തം അറിയാം. രക്ഷപ്പെട്ടു. ഇതാണ് ഇടിവണ്ടി ഏരിയ. കൈ കിട്ടിയ കൂമ്പെടുത്ത വാഴടയല്ല നമ്മളാ. ജാമ്യം ജാഫർ. എടാ പിച്ചക്കാരൻ തെണ്ടി, ഇനി ഇവിടെ നിന്നാ ശരിയാവിയല്ല. ഉടമ്പടി പോലെ അവൻ അങ്ങോട്ട് പോയി. ചിലപ്പോ അവൻ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും. എന്നോടാ പട്ടിയുടെ കളി. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. എന്റെ ബലമായ സംശയം ആക്രമണത്തിന്റെ രീതി കണ്ടിട്ട് ജർമ്മൻ ഷിപ്പാടാ, അതുറപ്പാ. ഇതാ ബുക്കും പേപ്പറും. കോളനിയിൽ ഒരു ജപ്തി നാടകത്തിന് വേദി ഒരുക്കണ്ടെന്ന് കരുതിയ ഇവിടെ രഹസ്യമായി കാണാമെന്ന് പറഞ്ഞത്. കൊണ്ടുപോയിക്കോളൂ. അപ്പോ എല്ലാം പറഞ്ഞോളെ. ഓക്കെ. പോട്ടെ. അത് വന്നു കയറിയ പിന്നെ ഐശ്വര്യക്കേടെ ഉണ്ടായിട്ടുള്ളൂ. സത്യമായിട്ടും ആ MLM-മാരെ നിനക്ക് സമ്മാനമായിട്ട് തന്നാണെന്നാ ഞാൻ ധരിച്ചത്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഫുൾ ലോൺ ആണെന്ന്. അടവും മെയിൻ്റെനൻസും ഒക്കെ ആവുമ്പോ മാസത്തിൽ നല്ലൊരു സംഖ്യയാവും. എങ്ങനെയെങ്കിലും പപ്പിയുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചെടുത്ത് ലോൺ അടച്ചു തീർക്കണം. അപ്പൊ ലോൺ അടച്ച് പിണക്കം തീർക്കാനാണോ നിന്റെ പ്ലാൻ? അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾ ഒന്നിക്കാൻ പോകുന്നില്ല. എടാ, ഇതൊക്കെ ഒരു യുക്തിയോടെ വേണം കൈകാര്യം ചെയ്യാൻ. ഉദാഹരണത്തിന്, എന്റെ ഭാര്യ എന്ന് ബോധം കെട്ട് വീണു. ഞാൻ എന്താ ചെയ്തത്? അവൾ ഉണർന്നതും സാമ്പത്തിക പരാധീനത കാരണം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകാന്നൊരു ഭീഷണി. അവൾ ശരിക്കും പേടിച്ചു. പിന്നെ പിണക്കവുമില്ല, പരാതിയില്ല. എന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചൊരു ഉമ്മ തന്നു. അതോടെ ഞാൻ കൂളായി. അങ്ങനെ ഓസിനൊരു ഉമ്മ കിട്ടിയാൽ ഞാനും കൂളാവും. പക്ഷെ അതിന് നിന്റെ ഭാര്യ സമ്മതിക്കണം. സോറി, എന്റെ ഭാര്യ ടെൻഷൻ കാരണം മാറിപ്പോയതാ. നിന്റെ ഭാര്യയെ പോലെ അല്ല എന്റെ പപ്പി. അഗ്നിയാണ് അഗ്നി. തൊടണ്ട, നോക്കിയാ തന്നെ പൊള്ളും. അതൊക്കെ നിന്റെ തോന്നല. ബേസിക്കലി ഭാര്യമാരെന്ന് പറഞ്ഞ വർഗം വെറും പാവങ്ങളാ. 24 മണിക്കൂർ നമ്മളെ പറ്റി മാത്രമേ അതുങ്ങൾക്ക് ചിന്തയുള്ളൂ. നമ്മളാ കള്ളന്മാര്. അത് നീ പറഞ്ഞ നേരാ. ഒന്നും വേണ്ട, നീ നേരെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ് കാലിലൊന്ന് വീണു നോക്കി. ആ നിമിഷം പുഷ്പം പോലെ അവൾ നിന്നോട് പറഞ്ഞു വരും. ഈ പെണ്ണിന്റെ മനസ്സെന്ന് പറയുന്നത് വെണ്ണ പോലെയാ, പെട്ടെന്ന് ഉരുകും. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളുടെ വിശേഷ ദിവസമല്ലേ? അതെങ്ങനെ? ശനിയാഴ്ച. ശനിയാഴ്ച. എന്റെ ശനി ഭഗവാനെ, ഇന്നെങ്കിലും എന്നെ കൈവടിയരുതേ. ഭാഗ്യം, എല്ലാരും ഉറക്കമായി. അച്ഛനും അമ്മയും ഇവരുടെ മുമ്പിൽ താഴണ്ട. ഞാനും പപ്പിയായിട്ടുള്ള പ്രശ്നം ഞങ്ങൾ സ്വകാര്യമായിട്ട് തീർത്തോളാം. ഇത് പിള്ള എവിടെ പോയി? ഞാൻ സമ്മാനിച്ച് നൈറ്റിട്ടുണ്ട് നിൽക്കുക. അപ്പൊ എന്നോട് സ്നേഹമുണ്ട്. ഐഡിയ. എന്തൊരു ശക്തി! മാപ്പ് തരാ, ഞാൻ വിടുന്ന പ്രശ്നമേ ഇല്ല. എന്നോട് ക്ഷമിച്ചു എന്ന് പറ. ഞാൻ ക്ഷമിച്ചാ മതിയോ? ആള് മാറിപ്പോയതാ. അത് പിന്നെ എന്താടി ഉണ്ടായത്? ഞാൻ മോളിന്ന് അച്ചാറ് ഭരണി എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ദേ ഈ സാറ് പുറകേന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ അങ്ങ് പേടിച്ചു പോയി. സാറാന്ന് അറിഞ്ഞില്ല, അതുകൊണ്ടാ ഓടിയാത്. സോറി ട്ടോ. ഇന്നത്തെ കാലത്ത് വേലക്കാരിയും വീട്ടമ്മയും തിരിച്ചറിയാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ഇവർക്ക് കള്ളിമുണ്ടായിരുന്നു വേഷം. ഇപ്പൊ നൈറ്റ് ഇട്ടോണ്ട് ഇറങ്ങിയിരിക്കല്ലോ. വാച കടിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. അവള് ജോലിക്ക് വെക്കണമെന്ന് പറഞ്ഞ് അന്നേ നിങ്ങൾ എന്റെ പുറകെ കൂടിയതാ. ഇതായിരുന്നു ഉദ്ദേശം. ഇപ്പഴാ മനസ്സിലായത്. അയ്യോ, അങ്ങനെ പറയരുത്. സത്യമായിട്ട് ഞാൻ പപ്പിയെ കാണാൻ വന്നതാ. പപ്പിയെ കാണാൻ നോണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. അമ്മേ,
പപ്പയെ കാണാനായിരുന്നെങ്കിൽ അന്തസ്സോടെ മുൻവശത്തോടെ കയറി വരായിരുന്നില്ലേ? അച്ഛാ, അസമയത്ത് അടുക്കളയിലൂടെ കയറി വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാനുള്ള സാമാന്യ ഞാൻ ഞങ്ങൾക്കുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കരുത്. സത്യമായിട്ടും എന്റെ വായും മനസ്സും അറിയാത്ത കാര്യമാണ്. അച്ഛനെങ്കിലും ഒന്ന് പറ. വെറുതെ കോളനിക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ശിവരാമകൃഷ്ണൻ പോയെ. പപ്പി, യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞാൻ ഇങ്ങനെ വരുമ്പോ ഇവിടെ തിരിഞ്ഞു നിൽക്കായിരുന്നു. ഇവിടെ ബാക്ക് കണ്ടപ്പോ നിക്ക് പറ്റില്ല സാറേ. ഫീസും വണ്ടി വാടകയുമായി 4 മാസത്തെ കാശ് തരാനുണ്ട്. അത് തന്നാലേ ഇനി കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതെ, ലക്ഷങ്ങളൊന്നുമില്ലല്ലോ. 4 മാസത്തെ കുടിശ്ശികയല്ലേ ഉള്ളൂ. ഞാൻ ഈ നാട് വിട്ട് എങ്ങും പോകുന്നില്ല. എല്ലാം കൂടെ ചേർത്ത് അടുത്ത മാസം തന്നോളാം. ഇങ്ങനെ അവധി കേൾക്കാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. എടോ, കുറച്ച് സാവകാശം കൊടുക്കടോ. കുട്ടികളുടെ കാര്യമല്ലേ. സാറിന് അങ്ങനെ പറയാം. മാഡത്തിന്റെ ഒന്ന് തെറിയേക്കുന്ന ഞാനാ. ഇപ്പൊ തൃപ്തിയല്ലോ. ആ ഫീസ് അടക്കാൻ ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞതാ. എന്റെ മോളുടെ ഭാവി നിങ്ങൾ തോലയ്ക്കും. കോളനിക്കാരുടെ മുമ്പിൽ എന്റെ മോളിപ്പോ കൊച്ചായി. അല്ലെങ്കിൽ ഇവള് കൊച്ചു തന്നെയല്ലേ തങ്കം? മൂന്നേട്ടനെല്ലാം തമാശയാ. തങ്കത്തിന്റെ മോളെ സ്കൂൾ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. തുടങ്ങും ഇപ്പൊ പരദൂഷണം. അതാണോ നിന്റെ പ്രശ്നം? എടീ, വീട്ടിൽ ഒരാൾക്ക് പനി വന്നാൽ തകിടം അറിയുന്നതാണ് മുകുന്ദന്റെ കുടുംബ ബഡ്ജറ്റ് എന്ന് ഈ കോളനിയിൽ എല്ലാവർക്കും അറിയാം. എന്റെ താലി പണയപ്പെടുത്തിയിട്ടാണെങ്കിലും വേണ്ടില്ല, ആ കാശ് നാളെ തന്നെ അവന്റെ മുഖത്തറിഞ്ഞു കൊടുക്കണം. വേണ്ട, എല്ലാം നല്ലതിനാന്ന് കരുതിയാ മതി. ഇനി മമ്മീസ് ടേക്ക് കെയറിന്റെ ആ തൂക്കടാ വണ്ടി ഈ കോളനി കാണില്ല. അതുപോലെ ഇതാണ് ഫോർമുല. ആദ്യം ഒരു കുഞ്ഞിനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു കുഞ്ഞിനെ ഇപ്പൊ നീ ഉണ്ടാക്കണം. അത് ഞാൻ ഏതെങ്കിലും ഒരു അമ്മയുടെ കയ്യോ കാലോ പിടിച്ച് ഒരു കുഞ്ഞിനെ ഞാനും ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് 2 കുട്ടികൾ. അതെ, ഇനി വീണ്ടും ഓരോ കുട്ടികളെ വീതം നമ്മൾ ഉണ്ടാക്കണം. ഹൗസ് നമ്പർ 48 ചന്ദ്രമതി ചേച്ചിയെ പിടിച്ച് ഞാനും ഉണ്ടാക്കും ഒരു കുട്ടിയെ. ചന്ദ്രമതി ചേച്ചിയുടെ അനിയത്തെ പിടിച്ച് ഞാനും ഉണ്ടാക്കും ഒരു കുട്ടിയെ. ഇതിന് ഇവന്മാര് മുകളിൽ കുട്ടികളുണ്ടായി കളിക്കണം. വൃത്തികെട്ടവന്മാരെ ഞാൻ സമ്മതിക്കൂല. അത് നാച്ചുറലി ഭർത്താക്കന്മാർ എതിർക്കും. ഭർത്താക്കന്മാരെ അനുവാദം മേടിച്ചിട്ടാണോ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഭാര്യമാരെ കയ്യിലെടുക്കും. നടക്കും. നമ്മൾ രണ്ടുപേരും കൂടെ ഒത്തുപിടിച്ചാൽ നടക്കും. അത് ശരി. ഇതെന്താ കുടുംബാസൂത്രണക്കാരെ MLM മുടയോ? അതല്ലടാ, ഞങ്ങൾ ഈ കോളനിയിൽ ഒരു ഡേ കെയർ തുടങ്ങാൻ തീരുമാനിച്ചു. തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരു സൈഡ് ബിസിനസ്. ഇതാവുമ്പോ അധികം ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. പിന്നെ കടം മേടിച്ചിട്ടാണെങ്കിലും മക്കളെ പഠിപ്പിക്കാൻ മെനക്കെടുന്ന രക്ഷകർത്താക്കളാണല്ലോ ഇന്ന് നമുക്കുള്ളത്. മാത്രമല്ല, വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നാണല്ലോ. വിദ്യയോ? അതേതാ? ആരായാലും ധനം മുടക്കാൻ അങ്ങനെ ഒരു വിദ്യ ചേച്ചി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കാര്യം സക്സസ്. ആദ്യം ഡേ കെയർ, പിന്നെ LKG, UKG, അങ്ങനെ വളർന്ന് എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, അങ്ങനെ നമ്മൾ പ്രസ്ഥാനമായി മാറി. ശിവരാമകൃഷ്ണ, LKGയുടെ ക്യൂവിൽ നിന്നാൽ PhDയും കൊണ്ടേ ഇറങ്ങി വരാൻ പാടുള്ളൂ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോഴത്തെ രക്ഷിതാക്കൾ. അവരാണ് നമ്മുടെ മുതൽക്കൂട്ട്. വൈകിയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് നന്നായി മുകുന്ദ. ശിവരാമകൃഷ്ണ, ഇതോടുകൂടി നമ്മൾ രക്ഷപ്പെടും. ആ മമ്മീസ് ഡേ കെയർ ഇതോടെ പൂട്ടി കുത്തോടെ എടുക്കണം. അത് കൊള്ളാം. ലോകത്താദ്യമായി അച്ഛന്മാർ നടത്തുന്ന ഡേ കെയർ. ഡാഡീസ് ഡേ കെയർ. നമ്മുടെ കോളനിയിൽ ഏതായാലും ഒരു ഡേ കെയർ തുടങ്ങിയത് സൗകര്യമായി. അതെ അതെ. എന്തായാലും മക്കളില്ലാത്ത ശിവരാമകൃഷ്ണന് സങ്കടം വേണ്ട. ഒരു പൂ ചോദിച്ചതിന് കിട്ടിയത് കണ്ടില്ലേ, ഒരു പൂന്തോട്ടം. എന്താ ഇത്, മോശമല്ലേ? മോള് കൈയെടുത്തേ. നല്ല സ്വഭാവം. അത് അവിടെ തന്നെ ഇരുന്നോട്ട്. അതാ സേഫ്. എന്നാടാവേ, എന്നാ കള്ളിയങ്കാട്ടിലൂടെ വെയിറ്റ് ചെയ്യണമെന്നോ? ഞാൻ വന്നിട്ട് അവളെ തളയ്ക്കാം. വളയ്ക്കാവുന്നില്ലടാവേ, തളയ്ക്കാവുന്നു. ശരി, വാ മോനെ. വാ മോളെ, അച്ഛനെ നാറ്റിച്ചേ അടങ്ങുള്ളൂല്ലേ? അതെ, ഷൂട്ടിംഗ് ഉള്ളതാ. പെട്ടെന്നൊന്ന് പേരെഴുതി ചേർത്താൽ വളരെ ഉപകാരമായിരുന്നു. ഇതെന്താ ഈ വേഷത്തിൽ? അച്ഛനെ പോലെ മോനും സീരിയൽ അഭിനയുണ്ടോ? അയ്യോ അല്ല, സ്പൈഡർ മോനാ. ഇതിട്ടാ രാത്രി ഉറക്കം പോലും. പിന്നെ ഒന്ന് സൂക്ഷിക്കണം, ആള് ചെറിയൊരു മരം കയറി. അച്ഛന്റെ അല്ലേ മോൻ? ബൈപ്പാസ് കഴിഞ്ഞ് കിടന്ന എന്റെ അച്ഛനെ ഒറ്റ ചാട്ടത്തിനായി ശരിയാക്കിയത്.
ഡാഡീസ് ഡേ കെയർ. കൊള്ളാം, നല്ല പേര്. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്ന് ചോദിച്ചേ? എന്താണ് സാർ? നിങ്ങളുടെ ഈ ഡേ കെയറില് ഞങ്ങളുടെ ടിന്റു മോനെ ചേർക്കാൻ തീരുമാനിച്ചു. അതെ, ഞങ്ങളുടെ മോനായിട്ട് പറയല, ആള് ഭയങ്കര സ്മാർട്ടാ. ഇതിനു മുമ്പ് 3 ഡേ കെയർ സെന്ററിൽ ഞങ്ങൾ ടിന്റു മോനെ ചേർത്തതാ. പക്ഷെ ഇവന്റെ ബുദ്ധിയുടെ സ്മാർട്ട്നെസിന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ടി സി തന്നു. അല്ല, ഞങ്ങൾ ടി സി വാങ്ങി. കണ്ടാലറിയാം അച്ഛനെ പോലെ മിടുക്കനാണെന്ന് അല്ലേ? കറക്റ്റ്. എന്തൊരു ഫുട്ബോൾ പ്രേമിയാണെന്ന് അറിയാമോ? ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. കുഴപ്പമല്ല, ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി. Correct. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതെ. സാർ, ഈ പ്രായത്തിൽ ഇവനൊരു ഫുട്ബോൾ പ്രേമിയാണെങ്കിൽ ഭാവിയിൽ ഇവനൊരു സച്ചിൻ ടെണ്ടുൽക്കർ ആവും. മണ്ടത്തരം പറയാടാവേ. സച്ചി ഹോക്കിയല്ലേ കളിക്കുന്നത്? അതെ, ഫാദർ പറഞ്ഞതാ ശരി. ഫാദറിനെ ഞാൻ എവിടെയോ വെച്ച്. താനോ? തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ മുന്നിൽ വരരുതെന്ന്. ജീവിക്കാൻ വേണ്ടി ഒരു വേഷം കെട്ടലാണ് സാർ. ആ വക വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. മാറിക്കണം അങ്ങോട്ട്. അങ്ങനെ മാറിക്കണം. മോന് ഫുട്ബോളിൽ ആരാവാനാ ഇഷ്ടം? ഗോളിയോ അതോ പ്ലെയറോ? കോർണർ കിക്കർ. കോർണർ കിക്കർ. കോർണർ കിക്കർ മിടുക്കൻ. ദാ ഇവിടെ ഒരു ഫുട്ബോൾ ഉണ്ടെന്ന് കരുതുക. എന്നിട്ട് മോൻ അവിടെ ചെന്ന് നിന്നിട്ട് ഒരു കോർണർ കിക്കർ അടിച്ചേ. ആ ശരി, അമ്മ എന്ന് പിടിച്ചേ. ഇത് കോർണർ കിക്കല്ല, സെൻട്രൽ കിക്കായി പോയി. എന്റെ കിക്കെല്ലാം പോയി. എങ്ങനെയുണ്ട് അച്ഛാ? ഗംഭീരം, മിടുക്കൻ, അച്ഛന്റെ മോൻ തന്നെ. നല്ല കിക്ക്. മോനിത് ടിവിന്ന് പഠിച്ചാ? അല്ല, അമ്മ അച്ഛനെ കാൽമടക്കി അടിക്കുന്ന കണ്ടു പഠിച്ചതാ. ടിന്റുമോന് ഭയങ്കര ഹ്യൂമർ സെൻസ്. ഹ്യൂമർ സെൻസ്, ഹ്യൂമർ സെൻസ്. ഇതിന് ഹ്യൂമർ സെൻസ് എന്നല്ല പറയുന്നത്, നോൺസെൻസാ പറയണ്ടേ. കൊച്ചാണെങ്കിലും നല്ല ഉല്ല.